വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാൻസ്ഫർ ന്യൂസിനെ പറ്റിയിട്ടാണ്. ഓരോ ട്രാൻസ്ഫർ ന്യൂസുകൾ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ വോട്ടും കാര്യങ്ങളും ഇട്ടിരുന്നു, അടുത്ത ടീം ഏതാവണം എന്നുള്ളത്. 1000 സംതിങ് വോട്ട് വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് ആർസണലിനെ പറ്റിയിട്ട് ചെയ്യാനാണ്. എന്തായാലും ആർസണൽ 2025-26 ഒരുങ്ങുന്നത്, ആ ഒരു സീസണിലേക്ക് ഒരുങ്ങുന്നത് വലിയ വലിയ ലക്ഷ്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് എന്നുള്ളതാണ്. ഗണ്ണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധകർക്കിടയിൽ അവരുടെ ആ ഒരു നിലനിൽപ്പ് അത്യാവശ്യമായി തീർന്നു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ സീസണ് വൻ പരാജയമായി തീർന്നിട്ടുണ്ട് ആർസണലിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ആർട്ടറ്റ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നൊരു സമയമാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഒരുപാട് സീസണായിട്ട് ഇപ്പോൾ നഷ്ടങ്ങളുടെ ഒരു സീസണാണ് ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗ് ആയാലും അല്ലെങ്കിൽ UCL ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കപ്പ് കിട്ടുന്നു അല്ലാതെ വലിയ രീതിക്കുള്ള അർമാദത്തിന് ആരാധകർക്ക് ചാൻസുകൾ കൊടുക്കുന്നില്ല എന്നുള്ള. സോ 2025-26 സീസണിലേക്ക് എത്തുമ്പോൾ പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ നേട്ടങ്ങൾ, പുതിയ തീരുമാനങ്ങൾ എല്ലാം കൈ മുതലാക്കിയിട്ടാണ് ആർസണൽ, നമ്മുടെ ഗണ്ണേഴ്സ് ഈ ഒരു സീസണിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തേക്ക് തന്നെ ഒരു സെറ്റ് ടീം ഏകദേശം ആർസണലിന് കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ സെറ്റായി വരുന്നു എന്ന് വേണം പറയാൻ. അതിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു ആ UCL മത്സരത്തിൽ റിയൽ മാഡ്രിഡിനെതിരെയായിട്ടുള്ള ഒരു ത്രില്ലിംഗ് വിജയം എന്ന് പറയുന്നത്. ഒരു കിഡിലൻ എക്സാമ്പിളാണ് എന്ന് വേണം പറയാൻ. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ പുതിയ താരങ്ങളെ ടീമിലെത്തിച്ചിട്ടുണ്ട്. മില്യൺസ് ഓഫ് യൂറോ പൗണ്ട് കൊടുത്തിട്ട് ടീമിലെത്തിച്ചിട്ടുണ്ട്. പുതിയ ലക്ഷ്യങ്ങളാണുള്ളത്. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സ്ട്രൈക്കർമാരുടെ ഗോൾ സ്കോറിംഗ് ആണ്. കൂടുതലും അവരുടെ ഗോൾ സ്കോറിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സെറ്റ് പീസുകളിലൂടെ ഗോൾ നേടിയിട്ടുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്കർമാരുടെ ഈ ഒരു ഗോൾ അഭാവം നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കൊടും ഭീകരനെ ഈ സീസണിൽ ആർസണൽ സ്വന്തമാക്കിയിട്ടുണ്ട്, വിക്ടർ ഗ്യോക്കറസ്. വിക്ടർ ഗ്യോക്കറസ് ഇപ്പോൾ ഏകദേശം ആർസണൽ തന്നെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഗ്യോക്കറസിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ആദ്യം തന്നെ ആർസണലിൻ്റെ ഗോൾ കീപ്പിംഗ് നിരയിലേക്ക് വരാം. ഗോൾ കീപ്പിംഗ് നിരയിലേക്ക് ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് ആർസണലിൽ സൈൻ ചെയ്തിട്ടുള്ളത് കെപ്പയാണ്. പണ്ട് ചെൽസിയിൽ കളിച്ചിട്ടുള്ള കെപ്പെ പിന്നെ ലോൺ അടിസ്ഥാനത്തിൽ പോയി ഇപ്പോൾ ആർസണലിൽ ഏകദേശം അദ്ദേഹം 5 മില്യൺ പൗണ്ടിന് അദ്ദേഹം ആർസണലിലാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് റയ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടാവും. അതായത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് മിക്കവാറും ഡേവിഡ് റയ തന്നെ ആയിരിക്കും ആർസണലിനെ സംബന്ധിച്ചിടത്തോളം. ഇടയ്ക്കൊരു ഫോമാവിലാണ് കെപ്പയെ സംബന്ധിച്ചിടത്തോളം. നല്ല ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ഇപ്പോൾ തന്നെ അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള നെറ്റോ ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ലോൺ എൻഡായി അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് തന്നെ പോയി. അപ്പോൾ ഈ ഒരു 3 years കോൺട്രാക്റ്റാണ് നമ്മുടെ കെപ്പയ്ക്ക് ആർസണലിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഗോൾ കീപ്പിംഗ് നിരയിലേക്ക് നോക്കുമ്പോൾ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഒരു വമ്പൻ നിര തന്നെ ഉണ്ട്. 2 പേരെടുത്ത ഗോൾ കീപ്പർമാർ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡിഫെൻസീവ് നിരയിലേക്ക് വരാം. ഇവിടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിനെയാണ് കൂടുതലായിട്ട് നമ്മുടെ ആർസണൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പേരാണ് സുബിമെൻഡി. 26 വയസ്സുകാരനായിട്ടുള്ള സുബിമെൻഡി റിയൽ സോസിഡേറ്റിൽ നിന്നും കിടിലം പോലത്തെ ഒരു കളിക്കാരനാണ് എന്ന് വേണം പറയാൻ. അദ്ദേഹം 55-58 മില്യൺ പൗണ്ടിനാണ് ആർസണൽ ഇത്തവണ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 5 year കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സുബിമെൻഡിയെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിൽ നമ്മുടെ ഡെക്ലിൻ റൈസും ഒഡേഗാർഡിൻ്റെയൊക്കെ കൂടെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം പോലത്തെ താരമാണ്. അത് ആർസണൽ കണ്ടറിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ അവരുടെ മിഡ്ഫീൽഡിൽ ഓൾറെഡി നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാനും പറ്റിയിട്ടുള്ള കിടിലം പോലത്തെ ഒരു താരമാണ്. 26 വയസ്സ് മാത്രം പ്രായമുള്ളൊരു താരമാണ്. സോ ഈ ജോർജീനിയോ അതുപോലെ പെർറ്റെ ഇവരുടെയൊക്കെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് പുള്ളിയെ കൊണ്ടുവന്നിട്ടുള്ളത്, പുള്ളിയെ ആർസണൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പേര് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ക്രിസ്ത്യൻ നോർഗാർഡാണ്. 31 വയസ്സുകാരനാണ്. ബെൻഫോർട്ടിൽ നിന്നാണ് താരം വരുന്നത്. കഴിഞ്ഞൊരു സീസണിൽ അല്ലെങ്കിൽ ബെൻഫോർട്ടിൽ 181 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. താരത്തെ ഇവർ സ്വന്തമാക്കുന്നത് 10-12 മില്യൺ യൂറോ എന്ന് പറയുന്ന ആ ഒരു ലൈനിലാണ്. ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാനാണ് സാധ്യത കൂടുതൽ. ഓൾറെഡി അങ്ങനെ തന്നെ ആയിരിക്കും പുള്ളിക്കാരനെ യൂസ് ചെയ്യാനായിട്ട് സാധ്യത. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഡെക്ലിൻ റൈസോ അല്ലെങ്കിൽ മാർട്ടിൻ ഒഡേഗാർഡോ സുബിമെൻഡിയോ ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ള
ഇവരുടെയൊക്കെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കളിക്കാരനാണ് നോർഗാർഡ് എന്ന് പറയുന്നത്. സോ 31 വയസ്സുണ്ട്, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് അദ്ദേഹം. ഏറെക്കുറെ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓസം മധ്യനിരയാണ് ഈ ഒരു സീസണിൽ അവർക്കുള്ളത്. വളരെ വലിയ രീതിയിലുള്ള വളരെ നല്ല പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുള്ള ഒരു മധ്യനിര. ഈ സീസണിൽ അവർ പടുത്തുയർത്താൻ പോകുന്നത് ആ മധ്യനിരയിലെ ആ ഒരു സ്ട്രെങ്ത്തും സ്ട്രോങ്ങും തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇവർക്കോ ഇപ്പോൾ റൈസിനും അതല്ലെങ്കിൽ ഒഡേഗാർഡിനും പുറമെ അവിടെ തന്നെയാണ് മിക്ക മെറിഞ്ഞുള്ളത്. സോ അദ്ദേഹം കൂടെ ഈ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഈ 4-5 പേര് ഓൾറെഡി മധ്യനിര ഭരിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ആർസണലിൻ്റെ ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യം അവർ സൈൻ ചെയ്തിട്ടുള്ളത് നോനി മഡുവക്കെ എന്ന് പറയുന്ന 23 വയസ്സുകാരനായിട്ടുള്ള ചെൽസി പ്ലെയറിനെയാണ്. 48 ടു ഒരു 52-53 എന്ന് പറയുന്ന മില്യൺ പൗണ്ടിനാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. സോ അതൊരു വിങ്ങറായിട്ട് ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്കാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല രീതിക്ക് കളിക്കുന്നൊരു കളിക്കാരൻ തന്നെയാണ്. എന്നെ നെട്ടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരന് 5 ഇയർ കോൺട്രാക്റ്റാണ് അത് അവർ കൊടുത്തിട്ടുള്ളത്. അതായത് 5 ഇയർ കോൺട്രാക്റ്റാണ് ആർസണൽ കൊടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയുക ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും പുള്ളിക്കാരനെ കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വൈഡ് അറ്റാക്ക് റോൾ കളിക്കുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് നമ്മുടെ നോനി മഡുവക്കെ എന്ന് പറയുന്ന പഴയ ചെൽസി താരം. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോൾ സ്കോറിംഗ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്ട്രൈക്കർമാരുടെ ഗോൾ സ്കോറിംഗ് എന്ന് പറയുന്നത് ആർസണലിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളൊരു ഘട്ടമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത്. സോ അത് ഈ വർഷം പരിഹരിക്കാനായിട്ടുള്ള നീക്കങ്ങൾ വൈഡ് അറ്റാക്കായിട്ടും അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കൂടുതൽ കൊണ്ടുവന്ന് വിങ്ങേഴ്സിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകാനും അവർ തയ്യാറായി നിന്നു എന്നുള്ളതാണ്. ഇനി ഇതേ സ്ഥലത്തേക്ക് തന്നെ റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിങ്ങറായിട്ടുള്ള സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്കുള്ള റൂമേഴ്സ്, അതിലൊരു റൂമറാണ് എസെ. 60 ടു 68 മില്യൺ പൗണ്ടിൻ്റെ ഒരു ട്രാൻസ്ഫർ നടക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. മറ്റൊരു റൂമർ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ മാഡ്രിഡ് താരമായിട്ടുള്ള റോഡ്രിഗോ ആണ്. റോഡ്രിഗോനെ ഇപ്പോൾ ലിവർപൂളും അതുപോലെ ആർസണലും ഒരുപാട് ടീമുകൾ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പുള്ളി ഇപ്പോൾ റിയൽ മാഡ്രിഡ് നിന്നിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മാറുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ടോട്ടലി ആരാധകരുടെ ഒരു ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിങ്ങിങ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു വമ്പൻ വിങ് സ്ക്വാഡ് തന്നെ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, സാക്ക അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കലിഫൂരി, സലീബ, ഗബ്രിയേൽ ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഡിഫൻസ് നിരയാണ് ആർസണലിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫൻസ് നിരയിലേക്ക് പുതിയ താരങ്ങളെയും ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ആർസണൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ഇംപ്രസീവ് സൈനിങ് ഇൻ ദി സീസൺ, ആർസണൽ ഗോക്രസിനെ സൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഗോക്രസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ ഗോക്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ സൈനിങ് ആണ് ആർസണൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഹവററ്റ്സിനൊക്കെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഗോക്രസിനെ കൊണ്ട് സാധിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഈ ഒരു സീസണിൽ ഒരു എത്രയോ മില്യൺ 65-66 മില്യൺ പൗണ്ട് കൊടുത്തിട്ടാണ് പുള്ളിക്കാരനെ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ള വാർത്തകളുണ്ട്. അതിലുപരി വിക്ടർ ഗോക്രസ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ, അതിന് മുമ്പത്തെ സീസണിൽ 40-ൽ കുറവ് ഗോളുകൾ അടിച്ചിട്ടില്ല. അതിന് പുറമെ ഹെഡ് ചെയ്തിട്ടുള്ള ഗോളുകളില്ല. എല്ലാം കിടിലം പോലത്തെ ഗോളുകളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വിക്ടർ ഗോക്രസിനെ ആർസണൽ സ്വന്തമാക്കിയത് വലിയ ലക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് എന്നുള്ളതാണ്. ആർസണലിൻ്റെ ഒരു സ്ക്വാഡ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഗോൾ കീപ്പറായിട്ട് കെപ്പയുണ്ട്, ഡേവിഡ് റായ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്നത് റായെ തന്നെയാണ്. അദ്ദേഹം തന്നെ ആയിരിക്കും ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ ഗബ്രിയേൽ, സലീബ, അതുപോലെ തന്നെ ടിംബർ, അതുപോലെ സ്കില്ലി, ഇവർ 4 പേരും ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇവർ സൈൻ ചെയ്തിട്ടുള്ള, അതായത് ഇവരെ താരങ്ങളായിട്ടുള്ള ആ ഒരു ഡിഫൻസ് നിര തന്നെയായിരിക്കും ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ടാവുക. മിഡ്ഫീൽഡ് നിരയിലാണ് പിന്നെ ചർച്ചകളുള്ളത്. മാർട്ടിൻ ഒഡേഗാർഡും ഡിക്ലൻ റൈസും ഓൾറെഡി ഉണ്ടാവും. അതിലുപരി അവർക്ക് പുറമെ സുബിമെൻഡിയും കൂടെ ആയിരിക്കും ആ ഒരു മിഡ്ഫീൽഡ് ഭരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനി സ്ട്രൈക്കിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഒരു ഭാഗത്ത് സാക്കെ, മെയിൻ ഫോർവേഡായിട്ട് ഹവററ്റ്സും ഗോക്രസും ആണുള്ളത്. ഐ വിൽ സെലക്ട് ദ ഗോക്രസ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വിങ്ങറായിട്ടുള്ളത് അവിടെ റോഡ്രിഗോ ഉണ്ട്, അതുപോലെ എസെ ഉണ്ട്, നോനി മഡു ഒക്കെ ഉണ്ട്. ഈ 3 താരങ്ങളുണ്ട്. ഒരു താരമാണ് സൈനിങ് പൂർത്തിയായിട്ടുള്ളത്, ബാക്കി 2 താരങ്ങൾ സംശയമാണ്. കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഗണ്ണേഴ്സ് ഈ ഒരു സീസണിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. എന്താണ് ആർസണലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. 100K ഫാമിലി എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് മുതൽക്കൂട്ടാവുന്നത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും. അതിലേക്കും ബൈ.